കോഴിക്കോട് കോവൂർ മിനി ബൈപ്പാസിലെ രാത്രികാല കച്ചവടത്തിനെതിരെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പും പ്രതിഷേധവും ഉണ്ടാവുകയും അതിനെ തുടർന്ന് അത് പിന്നാലെ ഒരു വലിയ സംഘർഷങ്ങളൊക്കെയായി പരിണമിക്കുകയും ഇന്നലെ രാത്രി DYFI പ്രവർത്തകർ പ്രകടനമായി വന്ന് അതിൽ പല കടകളും അടിച്ചു തകർക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ അവിടെ ഒരു സർവകക്ഷി യോഗമുണ്ടായിരുന്നു. ആ സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനം 11 മണി വരെ മാത്രമേ കച്ചവടം പാടുള്ളൂ. അതിനുശേഷം അവിടെ കച്ചവടം പാടില്ല. അവിടെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുന്നു. രാത്രി 12 മണിക്കൊക്കെ ശേഷം ആ ആൾക്കൂട്ടത്തിന് അനുവദിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോൾ അത് ഈ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തുക മുടക്കി അവിടെ ഈ കടകൾ തുടങ്ങിയ ആളുകൾക്ക് രാത്രിയിൽ കച്ചവടം നടത്താതെ പോയാൽ അവർക്ക് വലിയ ബിസിനസ് ലോസ് അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യാപാരികളുടെ ഒരു കൺസേൺസ് കൂടി മീറ്റ് ചെയ്യണം. അതേസമയം പുതിയ ഈ ലഹരി ഉപയോഗത്തിൻ്റെയൊക്കെ വലിയ ആശങ്ക നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ രാത്രി ഇങ്ങനെ ഈ വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ വന്നു കൂടുന്ന സ്വാഭാവികമായും നാട്ടുകാർക്ക് വലിയ പ്രയാസമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യം എങ്ങനെ ഇത്രമേൽ വഷളായി എന്നുള്ള കാര്യം കൂടി സംസാരിക്കണം. ദാവൂദ് സാഹിബ്, ഇത് നമ്മൾ നോക്കി നിൽക്കേ, അല്ലെങ്കിൽ നമ്മളുടെ കൺമുന്നിലാണ് ഇതൊരു വളർന്നു വലുതായി അങ്ങേയറ്റം വഷളായ ഒരവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിനകത്ത് നാട്ടുകാരുടെ കൺസേൺസും എടുക്കണം, വ്യാപാരികളുടെ പ്രശ്നം അതുമുണ്ട്, ഇതിനകത്ത് എവിടെ പിടിക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു പൊതുവായൊരു കൾച്ചർ നമുക്കറിയാമല്ലോ. എന്താ പറയുക, ഈ ഡൈൻ ഔട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ പൊതുവെയുള്ള, പക്ഷേ കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. പ്രത്യേകിച്ച് രാത്രി പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, കുടുംബമായിട്ട് പോവുക, സുഹൃത്തുക്കളായിട്ട് പോവുക, അല്ലെങ്കിൽ കൊളീഗ്സുമായിട്ട് കൂടെ പോവുക. കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഡെസ്റ്റിനേഷനായിട്ട് കോഴിക്കോട് മാറിയിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. സിറ്റി ഓഫ് ടേസ്റ്റ് എന്ന ആളുകൾ കോഴിക്കോടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം, കോഴിക്കോട് പല മേഖലകളിൽ ഇങ്ങനെയുള്ള വളരെ പെട്ടെന്ന് സേഫ് എന്ന് പറഞ്ഞാൽ കണ്ട് നിൽക്കുക ഇങ്ങനെ ഫുഡ് സ്ട്രീറ്റുകൾ ഇങ്ങനെ വളർന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അടുത്ത കാലത്ത് വളർന്നു വന്ന ഒരു ഫുഡ് സ്ട്രീറ്റാണ് ഈ കോവൂർ ഇരിങ്ങാടൻപള്ളി ആ റോട്ടിലുണ്ടായിട്ടുള്ള. ഞാൻ എല്ലാ ദിവസവും രാത്രി അതിൽ വീട്ടിലേക്ക് പോകുന്ന ആളാണ്. ആ തുടക്കത്തിൽ ഒരു കടയുണ്ടായിരുന്നത്, ഇങ്ങനെ ആളുകൾ പ്രത്യേകം നമ്മളെവിടെയും കിട്ടാത്ത തരത്തിലുള്ള സ്നാക്സാണ്. വലിയ റെസ്റ്റോറൻറ്റ്സ് ഒന്നുമല്ല, ചെറിയ സ്നാക്സ് ഷോപ്പാണ്. ആദ്യം ഒരു സ്നാക്സ് ഷോപ്പ് വരുന്നു, നമ്മളെവിടെയും ചിക്കൻ പൊട്ടിച്ചത് എന്ന് പറഞ്ഞിട്ടായിട്ടോ, നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് അവിടെയാണ് അത് കാണുന്നത്, ചിക്കൻ പൊട്ടിച്ചത് എന്ന് പറഞ്ഞിട്ട്. പൊട്ടിത്തെറിച്ചത്, ചിക്കൻ പൊട്ടിത്തെറിച്ചത്. ഇങ്ങനെ നമ്മളിതുവരെ കേൾക്കാത്ത പേരുകളിൽ, കേൾക്കാത്ത ആകൃതികളിൽ, കേൾക്കാത്ത രുചികളിൽ ഐറ്റംസ് വരുന്നു. ആദ്യം ഒരു കട വരുന്നു, ആളുകൾ ഇങ്ങനെ അതിന് വട്ടം കൂടുന്നു. പിന്നെ വേറൊരു കട വരുന്നു. പിന്നെ ഇപ്പം ഏതാണ്ട് 50-50ഓളം കടകൾ ഇരുവശങ്ങളിലായിട്ട് വരുന്നു. രാത്രികളിൽ 2-3 ആഴ്ച കൊണ്ട് പെട്ടെന്ന് അതന്നെ ഭയങ്കര രസമാണ്. ഇതൊക്കെ നടത്തുന്നത് പയ്യന്മാരാണ്, ജസ്റ്റ് +2 കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യന്മാർ, യങ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയാവുന്ന ആളുകൾ. പിന്നെ അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ, ആംബിയൻസ്. അവിടെ കൊടുക്കുന്ന ഭക്ഷണം, സ്നാക്സ്, അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ രൂപവും പേരും മാത്രമല്ല, മൊത്തം ഇതിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ. ആളുകൾക്ക് മീറ്റപ്പിനുള്ള ഒരു ഏരിയയാണ്. മീറ്റപ്പ് ഇൻ ദ സെൻസ്, നമുക്കവിടെ ഒരു സെൻറ്റ് ഓഫ് ഫംഗ്ഷൻ അങ്ങനെ ആകാം, ഒരാളുടെ ബർത്ത്ഡേ ആണെങ്കിൽ അങ്ങനെ ആകാം, അല്ലെങ്കിൽ ചെറിയൊരു മീറ്റിംഗ് ആണെങ്കിൽ അങ്ങനെ ആകാം. ലോട്ട് ക്യാൻ ഹാപ്പൻ ഓവർ എ കോഫി എന്ന് മുമ്പ് ഇവരുടെ പരസ്യം ഉണ്ടായിരുന്നു, കോഫി ഡേയുടെ പരസ്യം. അതേപോലെ ലോട്ട് ക്യാൻ ഹാപ്പൻ, പലതും സംഭവിക്കുന്ന സൗഹൃദങ്ങൾ, ബർത്ത്ഡേയ്സ്, മീറ്റിങ്ങുകൾ. കോളേജ് യൂണിയൻ ഇലക്ഷൻ നടക്കുമ്പോൾ പിള്ളേർ അതിൻ്റെ പ്രചാരണം കഴിഞ്ഞിട്ട് അവിടെ പോയിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ പല രീതിയിൽ ആളുകൾ വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് പോയിൻ്റായിട്ട് ഇത് മാറുന്നു. അവിടെ അതിന് പറ്റിയ അടിപൊളി ആംബിയൻസാണ്. ഈ കടകളുടെ പേരുകളാവട്ടെ, അവിടുത്തെ നമ്മൾ അവിടെ കാണുന്ന പോലെ ഒരു ചെയർ വേറെ എവിടെയും കാണില്ല. അവിടുത്തെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം അടിപൊളി ഹാരമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അവിടെ ഇപ്പോൾ രാത്രി, ഇപ്പോൾ ഞാനും എല്ലാ ദിവസവും അതിൽ പോകുന്ന ഒരാളാണ്. രാത്രി 10:30 ആകുമ്പോഴേക്കും നിറയെ ആളുകളാണ്. അതൊരു ഡിസ്റ്റർബൻസായിട്ട് കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഡിസ്റ്റർബൻസാണ്. ഇരുവശത്തും വാഹനങ്ങൾ, അങ്ങനെ. പക്ഷെ അതൊരു ഒരു പോസിറ്റീവ് വൈബിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വളരെ പോസിറ്റീവായുള്ളൊരു അന്തരീക്ഷമാണ്. എന്തോ ആയിക്കോട്ടെ, ഒരാൾക്ക് തന്നെ നെഗറ്റീവായിട്ട് കാണാം, പോസിറ്റീവായിട്ട് കാണാം. പക്ഷേ ഈ പറയുന്ന കച്ചവടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പണം മുടക്കി കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. അവർ അനധികൃത കച്ചവടക്കാരല്ല, അവർ ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. അവരോട് നിങ്ങൾ ഇത്ര മണി വരെ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് ആർക്കും പറയാനുള്ള ഒരധികാരമില്ല. ഇപ്പോൾ ചില പെർട്ടിക്കുലർ കച്ചവടത്തിന് സമയമുണ്ട്, നമ്മളെ നിയമത്തിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ പടക്കക്കടക്കുണ്ട്, മദ്യക്കടക്കുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പല പിന്നെ വലിയ ശബ്ദം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികൾ, ഇങ്ങനെ പല ഇതിനും സമയം ഉണ്ട്. ഒരു ചായക്കടയ്ക്ക് ഇത്ര മണി വരെ പ്രവർത്തിക്കാൻ പാടുള്ളൂ ഈ നാട്ടിൽ നിയമമില്ല. അതുകൊണ്ട് നിങ്ങൾ 10:30 കഴിഞ്ഞാൽ അടക്കണമെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ പോയിട്ട് തല്ലുക.
അടിച്ചോടിക്കുക, കട തല്ലിപ്പൊളിക്കുക. ആദ്യം അവിടെ അതിനെതിരെ ബോർഡ് വരുന്നത് BJPയുടെയാണ്. സംഘപ്രവർത്തകരാണ് ഈ സംരക്ഷണം ഇതുമായിട്ട് ഇറങ്ങുന്നത്. തൊട്ടുടനെ DYFI ഇറങ്ങണം. ഒന്ന് ആലോചിച്ച് നോക്കിയ, സംഘം ഇറങ്ങുന്നു, സംഘത്തിന് പുറകെ DYFI ഇറങ്ങുന്നു. കൂടെ ഈ നിൽക്കുന്നത് ആരാണ്? അവിടുത്തെ കൗൺസിലർ, കോൺഗ്രസ്സുകാരിയായിട്ടുള്ള കൗൺസിലർ. അപ്പോൾ നമ്മൾ അവരെ വിളിച്ചപ്പോൾ, കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ കച്ചവടം ചെയ്യുന്നതൊന്നും ഇവിടുത്തുകാരല്ല, പുറത്തുനിന്ന് വരുന്ന ആളുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് ലോജിക്കാണത്? അങ്ങനെ ലോജിക്കുണ്ടോ? അപ്പം പുറത്തുനിന്ന് ആളുകൾക്ക് ഒരാൾക്ക് അയാളുടെ നാട്ടിലേ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പ്രശ്നം. പുറത്തുള്ള ഒരാൾ വന്ന് കച്ചവടം ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ലെന്നാണോ? ഇങ്ങനെ ഒരുപാട് പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ സേഫ് പറഞ്ഞ നാട്ടുകാരുടെ കൺസേൺസ് ചോദിച്ചാൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം കുറേ അധികം ആളുകൾ, പ്രത്യേകിച്ച് 10 മണി കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു സ്ത്രീയുടെ ബൈറ്റെടുത്തവർ പറയുന്നുണ്ട്, കുട്ടികൾക്ക് സ്കൂളൊന്നും പോകാൻ പറ്റുന്നില്ല. പച്ചക്കള്ളാണ് പറയുന്നത്. കാരണം ഇവർ പകൽ സമയത്ത് പ്രവർത്തിക്കുന്നില്ല. 3 മണിക്കാണ് ഇത് തുറക്കുന്നത്, രാത്രിയാണ് ഇത് ആക്റ്റീവ് ആവുന്നത്. കൂടുതൽ ആക്റ്റീവ് ആവുന്നത് 10 മണി, ഒരു 9 to 12 o'clock ആക്റ്റീവ് ആവുന്നത്. മയക്കുമരുന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്നൊരിത്. മയക്കുമരുന്ന് ഇവിടെ ഈ കടകളിൽ മയക്കുമരുന്ന് സെർവ് ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചില്ല. അവിടെ വരുന്ന ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിന് ഈ കട നടത്തുന്ന ഉത്തരവാദികളല്ലല്ലോ. അത് ഏത് കടയിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു ചായ കുടിക്കാൻ പറ്റും. പക്ഷേ അതിലും വസ്തുതപരമായൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഹോട്ട്സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കോഴിക്കോട് റേഞ്ചിൽ, എക്സൈസിൻ്റെ കോഴിക്കോട് റേഞ്ചിൽ ഈ ഏരിയ ഹോട്ട്സ്പോട്ടേ അല്ല. സൗത്ത് ബീച്ച്, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ഇതാണ് ഇവരുടെ ഹോട്ട്സ്പോട്ടായിട്ടുള്ളത്. അവിടെ 24 മണിക്കൂറും കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് എക്സൈസ്. അപ്പോൾ അഥവാ ഇവർ പറയുന്ന പോലെ അവിടെ മയക്കുമരുന്ന് വ്യാപനം ഉണ്ട് എന്നാണെങ്കിൽ അത് നടപടി എടുക്കേണ്ടത് ആരാണ്? ഈ കച്ചവടക്കാരാണോ? അത് നടപടി എടുക്കേണ്ട പോലീസാണ്. പോലീസ് സ്റ്റേഷൻ ഏതാനും വാര അകലത്തിൽ തന്നെ പോലീസ് സ്റ്റേഷനുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രദേശത്ത് വലിയ തോതിൽ പുതിയ കച്ചവടം വരുന്നു, ആൾക്കൂട്ടം ഉണ്ടാകുന്നു. അതവിടെ താമസിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളുന്നതിൽ പ്രയാസം ഉണ്ടാകും. പക്ഷേ അതിലൊരു പ്രശ്നം എന്താ പറയുക, നമ്മളൊരു നഗരത്തിൽ ജീവിക്കുകയും റോഡ് സൈഡിൽ തന്നെ ജീവിക്കുകയും വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് പ്രിവിലേജസ് നമുക്കുണ്ടാവും. അതിൻ്റെ പ്രിവിലേജസ് ഉള്ളതോടൊപ്പം തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതൊരു നഗരവാസിക്ക്, ഒരു നഗരത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. ഇപ്പം ഞാൻ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അത് ഭയങ്കര ശാന്തമായിട്ട് എനിക്ക് ജീവിക്കാം. പക്ഷേ നഗരത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരുപാട് സംഗതികൾ, പ്രിവിലേജസ്, ഒരുപാട് അമ്യൂണിറ്റീസ് അതെനിക്ക് കിട്ടില്ല. അപ്പോൾ എനിക്കത് നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം ഒക്കെ അവർക്ക് ആളുകൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ അസ്വസ്ഥതക്കപ്പുറം എന്തെങ്കിലും ലോജിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതിൽ വിചിത്രമായിട്ട് തോന്നുന്ന കാര്യം, നമ്മുടെ കോഴിക്കോട് നിന്ന് തന്നെയുള്ള മന്ത്രി, ടൂറിസം മന്ത്രി റിയാസ് നിരന്തരം പറയുന്നൊരു കാര്യം നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുക, ഫുഡ് സ്ട്രീറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ച് ടൂറിസം വികസനവും നൈറ്റ് ലൈഫിനെയും കണക്ട് ചെയ്ത് പറയുന്ന ഒരാളാണ്, നിരന്തരം പറയുന്ന ഒരാളാണ്. അങ്ങേരുടെ നഗരത്തിലാണ് അങ്ങേരുടെ പാർട്ടിക്കാർ ഈ പറയുന്ന പരിപാടികൾ നടത്തുന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിചിത്രമായുള്ള കാര്യം. ഇന്ന് നമ്മുടെ മേയർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് നൈറ്റ് ലൈഫ് ഭയങ്കര കുഴപ്പമാണ്, നമുക്കത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. എന്തോ ആയിക്കോട്ടെ, ഇതിലൊരു നീതിയുടെ പ്രശ്നമുണ്ട്. ഈ ചെറുപ്പക്കാർ അവർ വലിയ തോതിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി അവരുടെ സംരംഭം തുടങ്ങിയതാണ്. ആളുകളുടെ ഏതെങ്കിലും നിലക്കുള്ള അസ്വസ്ഥതകൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ, അവരുടെ ബിസിനസ്സിനെ ബാധിക്കുകയാണെങ്കിൽ അതിന് ഭരണകൂടം മറുപടി പറയേണ്ടി വരും. അവർ കോടതിയിൽ പോവുകയാണ്, 10 മണിക്ക് ശേഷം പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞിട്ട് ഇവർ കോടതി പോയി കഴിഞ്ഞാൽ കോടതിക്ക് അനുകൂലമായിട്ടല്ലാതെ നിലപാടെടുക്കാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും ലോകത്ത് എവിടെ അങ്ങനെ നിയമമുണ്ടോ? അങ്ങനെ നിയമമുള്ള ചില റീജിയൻസിൽ അങ്ങനെ നിയമം ഉണ്ടാവും, ചില പ്രോഡക്റ്റ്സ് വേണം അങ്ങനെ നിയമം ഉണ്ടാവും. അല്ല, ഇരിങ്ങാടൻ പള്ളിയിൽ, കോവൂരിൽ അത് പറ്റില്ല എന്നൊരു നിയമം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കച്ചവടക്കാർക്ക് അനുകൂലമായിട്ട് അത് വരുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ മാതിരി നാട്ടുകാരിൽ ചിലർ പറയുന്നത് പോലെ സ്വൈര്യ ജീവിതത്തെ അസ്വസ്ഥപ്പെടുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പല ആളുകളും പറഞ്ഞത് എക്സാജറേറ്റഡായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അതിനടുത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ സ്വൈര്യ ജീവിതത്തെ അപകടപ്പെടുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? പോലീസിനാണ്, ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്കാണ്, കച്ചവടക്കാർക്കല്ല. അതുകൊണ്ട് രമ്യമായി പരിഹരിക്കുക. നാട്ടുകാർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനം ഭരണകൂടം, പോലീസ് ഉണ്ടാക്കുക, അതാണ് വേണ്ടത്.
ജിംസ്, നൈറ്റ് ലൈഫിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് സർക്കാർ നയമാണെന്ന് ടൂറിസം മന്ത്രി അടിക്കടി പറയുന്നുണ്ട്, അവസായി പറഞ്ഞതുപോലെ. ഒപ്പം ഒരു മിനിറ്റിൽ ഒരു ഒരു വ്യാപാര സംരംഭം തുടങ്ങാവുന്ന ഒരു കൾച്ചർ കേരളത്തിലുണ്ട് എന്ന് സർക്കാർ പറയുന്നു. പക്ഷെ അതിനൊന്നും പറ്റിയൊരു സിനാരിയോ ഇവിടെ ഇല്ല എന്ന് തെളിയിക്കുന്നുണ്ടോ ഈ നൈറ്റ് ലൈഫ് പ്രശ്നം? അതായത് ഒരു 10 വർഷം മുമ്പ് വരെ കേരളത്തിലെ ഏറ്റവും മികച്ച നൈറ്റ് ലൈഫ് ഉണ്ടായിരുന്ന ഒരു സിറ്റിയാണ് കോഴിക്കോട്. കൊച്ചിയിലോ തിരുവനന്തപുരത്തോ അത്ര നൈറ്റ് ലൈഫ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോഴിക്കോട്ടെ ഈ നൈറ്റ് ലൈഫിൽ പ്രചോദിതനായിട്ടായിരിക്കാം ഒരു പക്ഷേ കോഴിക്കോടുകാരനായ ടൂറിസം മന്ത്രി തിരുവനന്തപുരത്ത് മാനവീയം വീഥി ആവിഷ്കരിച്ചത്. മാനവീയ വീഥി ഇപ്പോൾ അറിയാം, നല്ല നൈറ്റ് ലൈഫുള്ള സ്ഥലമാണ്, സർക്കാർ സ്പോൺസേഡ് നൈറ്റ് ലൈഫുള്ള സ്ഥലമാണ്. പക്ഷേ കോഴിക്കോട് ഒരു പ്രശ്നം, കോഴിക്കോട് ഈ കോവിഡിന് ശേഷം ഈ നൈറ്റ് ലൈഫിൻ്റെ ഒരു വ്യാപ്തി കുറഞ്ഞിരുന്നു. കുറച്ചുകൂടി ആ കോഴിക്കോട് ബീച്ചിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ രാത്രി ടൗണിൽ പോകുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ SM സ്ട്രീറ്റിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട്. ആ റോഡ് ലിറ്ററലി ഇങ്ങനെ ഒരു ജനസമുദ്രമാണ്. വാഹനം പോകാൻ കഴിയാത്ത വിധം ജനസമുദ്രമാണ് അവിടെ. പെരുന്നാളായതുകൊണ്ട് പെരുന്നാൾ അത് നോമ്പിൻ്റെ സമയത്ത് കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതൊരു നൈറ്റ് ലൈഫാണ്, നമ്മൾ കുറ്റിച്ചിറയിൽ കാണുന്ന നൈറ്റ് ലൈഫ്. അപ്പോൾ കോഴിക്കോട് വീണ്ടും ആ പഴയ നൈറ്റ് ലൈഫ്, കോവിഡിന് ശേഷം നൈറ്റ് ലൈഫ് എമർജ് ചെയ്ത് വരുന്നതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ ഇരിങ്ങാടൻപള്ളിയിൽ നമ്മൾ കാണുന്നത്. ഇരിങ്ങാടൻപള്ളിയിൽ നിന്നൊരു പുതിയ റോഡാണത്, ഒരു 2 ബൈപ്പാസ് ക്രോസ് ചെയ്ത് പോകുന്നതിൽ ഒരു ബൈപ്പാസാണ്. അവിടെ ഇത് വരുന്നതിന് മുമ്പ് നേരത്തെ എന്താണെന്ന് വെച്ചാൽ ആൾ നടക്കാൻ ഇറങ്ങുക എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജോഗിങ് ട്രാക്കായിരുന്നു അത്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ വെള്ളിമാട് കുന്നിലേക്ക് പോകുന്ന ഭാഗത്ത് ചെറുപ്പക്കാർ, പ്രത്യേകിച്ചും സ്റ്റുഡൻസ് ധാരാളമായി വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടെ വേറെ കച്ചവടമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ കുട്ടികൾ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുക. ഒരു 1-2 കിലോമീറ്റർ ദൂരത്തോളം കുട്ടികൾ ഇങ്ങനെ വന്നിരിക്കുക എന്നുള്ളതാണ് രസമുള്ള സാധനം. അതിൽ നിന്നാണ് ഈ പറയുന്ന ഈ സ്റ്റാളുകളിലേക്ക് സാധനം രൂപമാറ്റം സംഭവിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ വൻതോതിൽ വാഹനങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് അവിടെ വന്ന് ഇത് ആസ്വദിക്കുക, അവിടെ വന്നിരിക്കുക. അതിൽ പ്രധാനമായ ഭക്ഷണം കഴിക്കുക എന്നതിനപ്പുറം അവിടെ വന്നിരിക്കുക, സംസാരിക്കുക എന്നുള്ളതാണ്. കാരണം കോഴിക്കോട് അങ്ങനെ ചെറുപ്പക്കാർക്ക് വരാൻ പറ്റിയ സ്ഥലങ്ങൾ കുറവാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ കോഴിക്കോടിൻ്റെ വേറൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കോഴിക്കോട് പ്രധാനമായും ഈ കൊച്ചി തിരുവനന്തപുരം പോലെയല്ല. ഞാൻ കോഴിക്കോടുകാരനാണ് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട്. എങ്കിൽ പോലും ഇത് നഗരമായി അഭിനയിക്കുന്ന ഒരു ഗ്രാമമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാത്രമല്ല, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അത് പരമാവധി ഒതുങ്ങി ജീവിക്കുക, അങ്ങനെയുള്ള ഒരു സാധനം. അതുപോലെ കോഴിക്കോട്ടെ ആളുകളുടെ ഒരു പ്രത്യേകത, അവരുടെ സവിശേഷതയായിട്ട് പറയുന്നത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള, ആളുകളെ സഹായിക്കുന്നൊരു മെൻറ്റാലിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു കോഴിക്കോട് വന്നിട്ട് നമുക്ക് വഴി അറിയില്ല, വഴി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ എത്തിയെന്ന് ഉറപ്പ് വരുത്തും. വഴി ചോദിച്ചു കഴിഞ്ഞാൽ വഴി പറഞ്ഞു തരിക മാത്രമല്ല, നമ്മളവിടെ എത്തിയെന്ന് ഉറപ്പ് വരുന്ന ആൾക്കാരാണ്. പക്ഷേ ഇത് ചില സമയങ്ങളിൽ ഒരു നഗര ജീവിതത്തിന് അനുഗുണമല്ലാത്ത സ്വഭാവമായി മാറും. മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിതമായി ഇടപെടുന്ന നാട്ടുകാർ. ആ നാട്ടുകാർ എന്ന വാക്കിന് ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ. അമിതമായി അവിടെ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, അങ്ങനെയുള്ള ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യത്തിൻ്റെ ഒരു സംഘർഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കോഴിക്കോട് ഒരു പൂർണ്ണമായും നഗരമായി മാറുന്ന സാഹചര്യത്തിൽ ഈ നൈറ്റ് ലൈഫിനെതിരുള്ള എതിർപ്പ് മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇത്തരം സംഘർഷങ്ങൾ, അവർ മയക്കുമരുന്ന് വലിക്കുകയാണ് അവിടെ ഇരുന്ന്, കുട്ടികളൊക്കെ വന്ന് അവിടെ ഇരുന്ന് സംസാരിച്ചാൽ അത് മൊത്തം ഡ്രഗുകളാണ് എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ചപ്പാട് മാറും. അപ്പോൾ ഒരു നഗരമായി വളരുന്ന, പ്രത്യേകിച്ച് മനസ്സിലാവേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നൊരു സിറ്റിയായി കോഴിക്കോട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞൊരു 2-3 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റുകൾ വരുന്ന, ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു സിറ്റിയാണ്. അപ്പോൾ അത് നഗരവൽക്കരണത്തിന് ആക്കം കൂട്ടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ സംഘർഷങ്ങളായിട്ട് ഇതിനെ കാണേണ്ടതുള്ളൂ. ഇതിലേക്ക് ആളുകൾ അഡാപ്റ്റഡ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.